നമസ്കാരം, മാനം ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭയാശങ്കയിൽ ഇന്ത്യൻ സമൂഹം. അടിയന്തര നയതന്ത്ര ഇടപെടലിനായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹർജി സമർപ്പിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ. ഇനി അബദ്ധത്തിൽ ഗർഭിണിയാകുമെന്ന ഭയം UKയിൽ വേണ്ട. അടിയന്തര ഗർഭനിരോധന മാർഗങ്ങൾക്കുള്ള മോർണിംഗ് ആഫ്റ്റർ ഗുളിക ഇംഗ്ലണ്ടിലെ എല്ലാ ഫാർമസികളിലും സൗജന്യമായി ലഭ്യമാക്കി NHS. ജമൈക്കയിൽ കനത്ത നാശം വിതച്ച് ഹരിക്കെയിൻ മെലിസ. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും നൂറുകണക്കിന് ബ്രിട്ടീഷ് US വിനോദസഞ്ചാരികൾ കുടുങ്ങി. വിമാന സർവീസുകളും റദ്ദാക്കി. UKയിൽ വീണ്ടും ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യബദ്ധം കൊണ്ട് വീണ്ടും വിട്ടയച്ചത് അർഹതയില്ലാത്ത 5 തടവുകാരെ. ഭീതിയിൽ UK സമൂഹം. എത്യോപ്യൻ കുടിയേറ്റ കുറ്റവാളി ഹദുഷ് കെബാദുവിനെ UKയിൽ നിന്ന് നാടുകടത്തി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടൻ ഒരു വലിയ തൊഴിൽ പ്രതിസന്ധിയുടെ വക്കീലാണെന്നും ഈ വർഷം ഇതുവരെ UKയിൽ തൊഴിലവസരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണെന്നും ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട്. ലണ്ടൻ നഗരത്തിലെ ഈസ്റ്റ് ഭാഗത്ത് വിഷവാതകം ശ്വസിച്ച് ഒരു കുട്ടി മരിച്ചു. സമീപ വീടുകളിൽ നിന്നുള്ള 12ഓളം ആളുകളെ ഒഴിപ്പിച്ച് ലണ്ടൻ ഫയർ ബ്രിഗേഡ്. അയർലൻഡിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ സൂചനയായി നീതിന്യായ മന്ത്രി ഇക്കൊല്ലം ഒപ്പിട്ട 3370 നാടുകടത്തൽ ഉത്തരവുകളിൽ ഇന്ത്യക്കാരും. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ചൊവ്വാഴ്ച രാത്രി ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ. 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് നിസ്സാരമായി പ്രതികരിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 7 പുതുപുത്തൻ മനോഹര വിമാനങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം വീണ്ടും. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പാളി. ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നീക്കത്തിൽ വെള്ളത്തിലായത് 1.2 കോടി രൂപ. അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരാനും ധാരണ. PM ശ്രീ ധാരണാപത്രം റദ്ദാക്കുക എന്ന CPIയുടെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങി CPM-ഉം സർക്കാരും. കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ നീക്കം തുടങ്ങി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭയാശങ്കയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സമൂഹം. സംഭവങ്ങളിൽ അടിയന്തര നയതന്ത്ര ഇടപെടലിനായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് IOC UK കേരള ചാപ്റ്റർ ഇന്ത്യൻ ഹൈക്കമ്മീഷന് ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റായ ഷൈനു ക്ലെയർ മാത്യൂസിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഹർജിയിൽ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പ്രദേശത്ത് ഈ മാസം 25-ന് ബർമിംഗ്ഹാമിലെ വാൾസാൽ പാർക്ക് ഹാൾ പ്രദേശത്ത് ഒരു ഇന്ത്യൻ യുവതിയെ ആക്രമിച്ച സംഭവവും 16-ന് ഹെയിൽസാവൻ നഗരത്തിൽ മറ്റൊരു യുവതിക്കെതിരായ സമാന വംശീയ സ്വഭാവത്തിലുള്ള ആക്രമണവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ലണ്ടൻ ടൈംസ് സ്ക്വയറിലെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ വികൃതമാക്കിയ സംഭവം ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യ ബ്രിട്ടൻ സൗഹൃദ ബന്ധങ്ങളെയും അവമാനിക്കുന്നതാണെന്നും സംഘടന വ്യക്തമാക്കി. വിദ്വേഷ കൃത്യങ്ങൾ തടയാൻ UK അധികാരികളുമായി നേരിട്ടുള്ള നയതന്ത്ര ഇടപെടൽ ഉറപ്പാക്കുകയും ഇരകൾക്ക് നിയമ മാനസിക സഹായം നൽകുകയും ഇന്ത്യൻ സാംസ്കാരിക പ്രതീകങ്ങൾ സംരക്ഷിക്കുകയും കുറ്റക്കാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് IOC ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഇതേ വിഷയത്തിൽ IOC UK കേരള ചാപ്റ്റർ സ്കോട്ട്ലാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് മിഥുൻ K, ജനറൽ സെക്രട്ടറി സുനിൽ K ബേബി, നിർവാഹക സമിതി അംഗം ഷോബിൻ സാം എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റൊരു ഹർജിയും ഇന്ത്യൻ ഹൈക്കമ്മീഷന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അബദ്ധത്തിൽ ഗർഭിണിയാകുമെന്ന ഭയം UKയിൽ വേണ്ട. NHS ഉണ്ട് കൂടെ. അടിയന്തര ഗർഭനിരോധന മാർഗങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള മോർണിംഗ് ആഫ്റ്റർ ഗുളിക ഇംഗ്ലണ്ടിലെ എല്ലാ ഫാർമസികളിലും സൗജന്യമായി ലഭ്യമാക്കി NHS. സൗജന്യ അടിയന്തര ഗർഭനിരോധന മാർഗങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇതോടെ ഇവരുടെ GPS സന്ദർശിക്കുകയോ ലൈംഗിക ആരോഗ്യ ക്ലിനിക്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം 10,000 ഫാർമസികൾക്ക് ഈ ഗുളിക സൗജന്യമായി നൽകാൻ അനുവാദമുണ്ട്. ചില ഫാർമസികൾ മുൻപ് അടിയന്തര ഓറൽ ഗർഭനിരോധനത്തിനായി 30 പൗണ്ട് വരെ ഈടാക്കിയിരുന്നു. 1960-കൾക്ക് ശേഷമുള്ള ലൈംഗിക ആരോഗ്യ സേവനങ്ങളിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണിതെന്നും സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിൽ ഈ നീക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും NHSന്റെ വനിതാ ആരോഗ്യത്തിനായുള്ള ദേശീയ ക്ലിനിക്കൽ ഡയറക്ടർ ഡോക്ടർ സുമാൻ പറഞ്ഞു. ജമൈക്കയിൽ കനത്ത നാശം വിതച്ച് ഹരിക്കെയിൻ മെലിസ. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും നൂറുകണക്കിന് ബ്രിട്ടീഷ് US വിനോദസഞ്ചാരികൾ കുടുങ്ങി. വിമാന സർവീസുകളും റദ്ദാക്കിയതോടെ ഇവർക്ക് ഹോട്ടൽ മുറികളിൽ കുടുങ്ങി കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാശകാരിയായ കൊടുങ്കാറ്റാണ് ജമൈക്കയിൽ ആഞ്ഞടിച്ചത്. ഇതേപ്പറ്റി മതിയായ ധാരണയില്ലാതെ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉൾപ്പെടെ ഒഴിവുകാലം ആസ്വദിക്കാൻ ജമൈക്കയിലെത്തിയ നിരവധി പേരാണ് കുടുങ്ങിപ്പോയത്. പലർക്കും കൊടുങ്കാറ്റുണ്ടാക്കിയ പ്രതികൂല കാലാവസ്ഥ ഒഴിയുന്നതുവരെ ബുധനാഴ്ച വരെയെങ്കിലും ഹോട്ടൽ മുറികളിൽ തന്നെ കഴിയേണ്ടതായി വരും. കനത്ത മഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതോടെ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പും വരുന്നുണ്ട്. പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടതിനാൽ വിനോദസഞ്ചാരികളിൽ പലരും തിരികെ മടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ്. ഇതിനോടകം തന്നെ വടക്കൻ കരീബിയയിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ മെലീസ് കൊടുങ്കാറ്റ് ഇന്നലെ രാവിലെയാണ് ജമൈക്ക സ്പർശിച്ചത്. ദ്വീപിൽ അങ്ങോളം ഇങ്ങോളമായി 900 അഭയാർത്ഥി ക്യാമ്പുകളാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആളുകളോട് വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം തേടാൻ ആവശ്യപ്പെട്ടിരുന്നു.
കിങ്സ്റ്റൺ ഉൾപ്പെടെ 7ഓളം തെക്കൻ മേഖലകളിൽ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. സെന്റ് എലിസബത്തിന്റെ തെക്കു പടിഞ്ഞാറൻ പാരിഷ് ഹാൾ വെള്ളത്തിനടിയിലായി. വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ജമൈക്കയിലെ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഡെസ്മണ്ട് മക്കീൻസി പറഞ്ഞു. തെക്കൻ ജമൈക്കയിലെ ക്ലാരൻഡന്റെ ചില ഭാഗങ്ങളിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനായി താൻ പ്രാർത്ഥിക്കുകയാണെന്നാണ് പ്രകൃതിയുടെ താണ്ഡവം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞത്. യുകെയിൽ വീണ്ടും ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യബദ്ധം കൊണ്ട് വിട്ടയച്ചത് അർഹതയില്ലാത്ത 5 തടവുകാരെ. എത്യോപ്യൻ ലൈംഗിക കുറ്റവാളിയായ ഒരു തടവുകാരനെ എസെക്സ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അനുവദിച്ച അതേ ആഴ്ചയിൽ തന്നെ മറ്റ് 5 തടവുകാരെയും വിവിധ ജയിലുകളിൽ നിന്നും അബദ്ധത്തിൽ വിട്ടയച്ചതായി ജയിൽ ഓഫീസർമാരുടെ യൂണിയൻ വെളിപ്പെടുത്തിയത് UK സമൂഹം ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. കൂടുതൽ തെറ്റുകൾ വെളിപ്പെടുത്തുന്നത് ജയിൽ ജീവനക്കാരുടെ മേലുള്ള കടുത്ത സമ്മർദ്ദത്തെയാണെന്ന് ജയിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 5 വ്യത്യസ്ത ജയിലുകളിൽ നിന്ന് 5 തെറ്റായ മോചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണെന്ന് ചൊവ്വാഴ്ച POS ചെയർമാൻ മാർക്ക് ഫെയർഹേഴ്സ് BBC-യോട് പറഞ്ഞു. ഹെർട്ട്ഫോർഡ്ഷെയറിലെ HMP പെൻഡൻവില്ലെ, HMP ഡർഹാം, HMP ദി മൗണ്ട്, റീഡിംഗ് ക്രൗൺ കോടതി എന്നിവിടങ്ങളിൽ നിന്നാണ് തെറ്റായ മോചനങ്ങൾ നടന്നതെന്ന് PA അറിയിച്ചു. ഈ ആഴ്ച കൂടുതൽ തടവുകാരെ തെറ്റായി വിട്ടയച്ചതായി നീതിന്യായ മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ട്. എപ്പിംഗിലെ ഒരു അഭയ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു സ്ത്രീയെയും 14 വയസ്സുള്ള കുട്ടിയെയും ലൈംഗികമായി പീഡിപ്പിച്ചതിന് സെപ്റ്റംബറിൽ 12 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഹദൂഷ് കെബാറ്റുവിനെ ജയിലിൽ നിന്നും തെറ്റായി മോചിപ്പിച്ചത് വിവാദമായിരുന്നു. ലണ്ടൻ ജയിലിൽ നിന്ന് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മോചിതനായ ലൈംഗികാതിക്രമ കേസിലെ എത്യോപ്യൻ കുടിയേറ്റക്കാരൻ ഹദൂഷ് കെബാതുവിനെ UKയിൽ നിന്ന് നാടുകടത്തിയതായി ബ്രിട്ടീഷ് സർക്കാർ സ്ഥിരീകരിച്ചു. സംഭവം വെളിവായതോടെ രാജ്യമെമ്പാടും ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ ജാഗ്രതയ്ക്കും പോലീസിന്റെ അതിവേഗ ഇടപെടലിനും നന്ദിയുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് ജയിലുകളിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ കർശന മാർഗനിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആദ്യത്തെ ജയിൽ മോചനത്തിലെ പിഴവിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയവും ജയിൽ വകുപ്പും അടിയന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസ് നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച കെബാതുവിനെ കസ്റ്റഡിയിലെടുത്തുവെന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാത്രി തന്നെ വിമാനത്തിൽ കയറ്റി എത്യോപ്യയിലേക്ക് അയച്ചു. ബുധനാഴ്ച രാവിലെ കെബാതു തന്റെ ജന്മദേശമായ എത്യോപ്യയിൽ എത്തിച്ചേർന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്താകെയുള്ള മൈഗ്രന്റ് ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നീക്കവുമായി ലേബർ സർക്കാർ. ഹോട്ടലുകളിൽ താമസിപ്പിച്ചവരെ ഒഴിപ്പിച്ച് അവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന വീടുകളിൽ താമസിപ്പിക്കും. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ 90% കൗൺസിലുകളും അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുമെന്ന് UK ഹോം ഓഫീസിന്റെ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2025 അവസാനമാകുമ്പോഴേക്കും ഇത് 92% വർദ്ധിക്കുമെന്നാണ് ഹോം ഓഫീസ് പറയുന്നത്. 40,000 പേർക്ക് കൂടി ലണ്ടനിലും തെക്ക് ഇംഗ്ലണ്ടിലും കിഴക്കൻ ഇംഗ്ലണ്ടിലും വീടുകൾ നൽകും. വീടുകൾ, ഫ്ളാറ്റുകൾ, ബെഡ്ഷീറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിലവിൽ 46,640 പേർക്കുള്ള സൗകര്യമാണ് ഈ പദ്ധതിയിൽ ഒരുക്കുക. ആവശ്യമെങ്കിൽ മറ്റ് 66,000 പേരെ കൂടി ഉൾക്കൊള്ളാനും ഈ പദ്ധതിക്ക് കഴിയും. കൂടുതൽ സൈനിക പ്രദേശങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും ഇതിനായി പ്രയോജനപ്പെടുത്താനാണ് ഹോം ഓഫീസിന്റെ നീക്കം. ബ്രിട്ടൻ ഒരു വലിയ തൊഴിൽ പ്രതിസന്ധിയുടെ വക്കിലാണെന്നും ഈ വർഷം ഇതുവരെ UKയിൽ തൊഴിലവസരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണെന്ന് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട്. സെപ്റ്റംബറിൽ തൊഴിലവസരങ്ങളിൽ 2.4% ഇടിവുണ്ടായി എന്നാണ് സെർച്ച് എഞ്ചിനായ അഡ്സുമ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. സെപ്റ്റംബറിൽ വന്ന തൊഴിലൊഴിവുകൾ 8,26,205 ആയിരുന്നു. കൺസൾട്ടൻസി, പ്രസ് റിലേഷൻസ്, മാർക്കറ്റിംഗ് മേഖലകളിലാണ് അവസരങ്ങൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. മൊത്തം ഒഴിവുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ക്രിസ്മസ് കാലം അടുത്തു വരുന്നതോടെ ചില്ലറ വിൽപ്പന മേഖലയിൽ ഇടത്തരം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം ഒഴിവുകളുടെ 2.5% ക്രിസ്തുമസ് കാല ജോലികൾക്കായി ഉള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചില്ലറ വിൽപ്പന മേഖലയിൽ 8% തൊഴിലവസരങ്ങളാണ് കൂടുതലായി വന്നിരിക്കുന്നത്. ലണ്ടൻ നഗരത്തിലെ ഈസ്റ്റ് ഭാഗത്ത് വിഷവാതകം ശ്വസിച്ച് ഒരു കുട്ടി മരിച്ചു. ന്യൂഹാമിലെ ബാർക്കിംഗ് റോഡിലെ ഫ്ളാറ്റിൽ രാസവസ്തുവിന്റെ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 2 മുതിർന്നവരെയും 2 കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവരിൽ ഒരാളാണ് പിന്നീട് മരിച്ചത്. സംഭവത്തെ തുടർന്ന് സമീപ വീടുകളിൽ നിന്നുള്ള 12ഓളം ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ലണ്ടൻ ഫയർ ബ്രിഗേഡ് അറിയിച്ചു. പോപ്ലർ, മിൽവാൾ, യൂസ്റ്റൺ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി വിഷവാതകം നിർവീര്യമാക്കി പ്രദേശം ശുദ്ധീകരിച്ചു. സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല എന്നും അന്വേഷണം തുടരുകയാണെന്നും മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. വീടൊഴിഞ്ഞവർക്കായി ന്യൂഹാം കൗൺസിൽ താൽക്കാലിക താമസ സ്ഥലം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുട്ടിയുടെ കുടുംബത്തോട് കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. ഹെറിഫോർഡിൽ കഴിഞ്ഞ ആഴ്ച നിര്യാതനായ സനൽ ആന്റണിയുടെ പൊതുദർശനം ഇന്ന് നടക്കും. ബെൽമോണ്ട് റോഡിലെ അവർ ലേഡി ക്യൂൻ ഓഫ് മാർട്ടിയേഴ്സ് RC ചർച്ചിൽ വെച്ചാണ് പൊതുദർശനം. ഭൗതിക ശരീരം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്.
UK-യിൽ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായി ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ അവർ ലേഡി ക്യൂൻ ഓഫ് മാർട്ടിയേഴ്സ് RC ചർച്ചിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പൊതുദർശനത്തിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തും. എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് എന്ന് ഹെറിഫോർഡ് മലയാളി അസോസിയേഷൻ അറിയിച്ചു. അയർലൻഡിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ സൂചനയായി നീതിന്യായ മന്ത്രി ഒപ്പിട്ട നാടുകടത്തൽ ഉത്തരവുകളുടെ എണ്ണത്തിൽ ഈ വർഷം വൻ വർധനവ്. 3370 നാടുകടത്തൽ ഉത്തരവുകൾ ഉള്ള ലിസ്റ്റിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് നൽകിയ പുതിയ റിപ്പോർട്ടിൽ നീതിന്യായ വകുപ്പ് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചു. ഈ വർഷം ഇതുവരെയുള്ള കണക്കുകൾ 2024-ലെ മൊത്തം കണക്കിനേക്കാൾ 40% അധികമാണ്. ഇത് കുടിയേറ്റ സമൂഹങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൂടാതെ നാടുകടത്തൽ ഉത്തരവുകൾ ലഭിച്ചവരിൽ പലരും സ്വമേധയാ രാജ്യവിടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും നീതിന്യായ മന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. കുടിയേറ്റ സംവിധാനത്തിന്റെ സുതാര്യതയും നിയമപരതയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ എന്നാണ് സർക്കാർ നിലപാട്. ഈ വർഷം ആദ്യ 9 മാസങ്ങളിൽ 3370 നാടുകടത്തൽ ഉത്തരവുകൾ ഒപ്പിട്ടു. 2024-ൽ 2403 ഉത്തരവുകൾ ഒപ്പിട്ടു. ഈ വർഷത്തെ ആദ്യ 9 മാസത്തെ കണക്ക് 2024-ലെ ആകെ ഉത്തരവുകളെ അപേക്ഷിച്ച് 40% അധികമാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ചൊവ്വാഴ്ച രാത്രി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തി. ഗാസയിലെ വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചെന്ന് ആരോപിച്ച് ഇസ്രയേൽ ചൊവ്വാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. എന്നാൽ ഗാസയിൽ ഇപ്പോഴും വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നും സംഭവിക്കുന്നത് ചെറിയ ചെറിയ സംഘർഷങ്ങൾ മാത്രമാണെന്നും അമേരിക്ക പ്രതികരിച്ചു. സമാധാന കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രയേൽ അധിനിവേശ സേന ഹമാസിനെതിരെ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തി. വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവിടെയും ഇവിടെയുമായി ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് വാൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ സൈന്യത്തോട് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾ. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഗാസയിൽ 18 ദിവസത്തെ വെടിനിർത്തലിന് അവസാനം കുറിച്ചുകൊണ്ട് ഇസ്രയേലി വിമാനങ്ങൾ ഗാസ നഗരത്തിൽ ആക്രമണം നടത്തിയതായും സ്ട്രിപ്പിലുടനീളം സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്തു. ഗാസ നഗരത്തിലും ഖാൻ യൂണിസിലും നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെട്ടു. 2 കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞു. വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 7 പുതുപുത്തൻ മനോഹര വിമാനങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി. ഇതാദ്യമായല്ല ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഇതിനു മുൻപും താൻ ഇരു ആണവ ശക്തികളുടെയും യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ നിർത്തിച്ചുവെന്ന് അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ട്രംപിന്റെ അവകാശവാദം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അത് തള്ളി. 4 ദിവസത്തോളം നീണ്ട അതിർത്തി സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽസ് ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ടെലിഫോൺ സംഭാഷണത്തിലൂടെ വെടിനിർത്തൽ കരാറിലെത്തുകയായിരുന്നു എന്നതാണ് വാസ്തവം എന്നിരിക്കെ ട്രംപ് തന്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുകയാണ്. കിഴക്കൻ പസഫിക്കിൽ മയക്കുമരുന്ന് കടത്ത് ബോട്ടുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെട്ടതായി തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. ട്രംപ് ഭരണകൂടം കരീബിയൻ പ്രദേശത്തിനപ്പുറത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് തുടരുന്നതിനിടെയാണ് ഇത്. സെപ്റ്റംബർ തുടക്കത്തിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം US ഇപ്പോൾ കുറഞ്ഞത് 13 മയക്കുമരുന്ന് കടത്ത് കപ്പലുകളെ ആക്രമിച്ചുവെന്നും ഔദ്യോഗികമായി മരണസംഖ്യ 51 ഉയർന്നതായും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. വെനിസ്വേല തീരത്തെ ബോട്ടുകളിൽ തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഭരണകൂടം കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബോട്ടുകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രഥമ വനിത പുരുഷനായി ജനിച്ചു എന്ന വ്യാജ ഓൺലൈൻ അവകാശവാദങ്ങൾ അവരുടെ ജീവിത നിലവാരത്തെ തകർത്തുവെന്നും അവർ എല്ലാ ദിവസവും ആശങ്കാകുലരാണെന്നും ബ്രിജിറ്റ് മാക്രോണിന്റെ മകൾ ടിഫൈൻ ഓസിയർ പാരീസ് കോടതിയിൽ പറഞ്ഞു. തന്റെ അമ്മ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും തീർത്തും ആശങ്കയിലാണെന്നും ടിഫൈൻ ഓസിയർ കോടതിയിൽ വെളിപ്പെടുത്തി. ബ്രിജിറ്റ് മേരി ക്ലൗഡ് മാക്രോൺ ഒരു മുൻ ഫ്രഞ്ച് അധ്യാപികയും ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഭാര്യയുമാണ്. ബ്രിജിറ്റ് മാക്രോൺ പുരുഷനാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സൃഷ്ടിച്ചോ വീണ്ടും പോസ്റ്റ് ചെയ്തോ ഓൺലൈൻ പീഡനത്തിന് പ്രതികളാക്കിയ 10 പേരുടെ വിചാരണയിൽ 41-കാരിയായ അഭിഭാഷകയായ ടിഫൈൻ ഓസിയറിനെ സാക്ഷിയായി വിളിച്ചു. വേനൽക്കാലത്തെ സ്വകാര്യ ഫോട്ടോകൾ ഉൾപ്പെടെ അമ്മയുടെ ഫോട്ടോകൾ നെഗറ്റീവ് അഭിപ്രായങ്ങളോടെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓസിയർ പറഞ്ഞു. റഷ്യൻ പങ്കാളിത്തത്തോടെ ആദ്യ യാത്രാ വിമാന നിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. ആത്മനിർഭർ ഭാരത് ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശക്തമായ ചുവടുവയ്പിന്റെ ഭാഗമായി ആഭ്യന്തര ആവശ്യങ്ങൾക്ക് SJ-100 മോഡൽ വിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കും. വ്യോമയാന രംഗത്ത് ഇന്ത്യ ഒരു ഗെയിം ചേഞ്ചറായി ചരിത്രം തിരുത്തി കുറിക്കാൻ വീണ്ടും തയ്യാറെടുക്കുകയാണ്. അതും US-ന്റെ കണ്ണുരുട്ടൽ ഒന്നും വകവയ്ക്കാതെ റഷ്യയുടെ ഒപ്പം ചേർന്നുകൊണ്ട്. റഷ്യൻ പങ്കാളിത്തത്തോടുള്ള ആദ്യത്തെ യാത്രാ വിമാന നിർമ്മാണം അത് ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ പോകുകയാണ്.
ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി SJ-100 എന്ന മോഡൽ വിമാനങ്ങൾ ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഇന്ത്യ നിർമ്മിച്ചിറക്കും. ഇന്ത്യയിൽ ഒരു സമ്പൂർണ്ണ യാത്രാ വിമാനം നിർമ്മിച്ചിറക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ബോയിങ് അടക്കം ഇന്ത്യയിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു യാത്രാ വിമാനം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങുന്നത് ആദ്യം. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ പോകുകയാണ്. അങ്ങനെ രാജ്യത്തെ ആദ്യമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഇത് സംബന്ധിച്ച് മോസ്കോയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. ഇന്ത്യയുടെ വാണിജ്യ ആഭ്യന്തര ആവശ്യങ്ങൾക്കായിട്ട് SJ-100 എന്ന മോഡൽ യാത്രാ വിമാനങ്ങൾ നിർമ്മിച്ചിറക്കും. ഹ്രസ്വദൂര സർവീസുകൾക്ക് അനുയോജ്യമായ 2 എഞ്ചിനുള്ള വിമാനങ്ങളാകും ലോകത്തെ മറ്റ് ആവറേജ് വിമാന കമ്പനികളുടെ പക്കലുള്ള വിമാനങ്ങൾക്ക് തുല്യമായ വിമാനങ്ങൾ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.72 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.24 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.65 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.34 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പാളി. ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നീക്കമാണ് പരാജയപ്പെട്ടത്. കാൻപൂർ IIT-യുമായി സഹകരിച്ച് വ്യാഴാഴ്ചയാണ് 1.2 കോടി രൂപ മുടക്കി ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. പണം ചെലവായിട്ടും മഴ പെയ്യിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ ഡൽഹി സർക്കാരിനെതിരെ വിമർശനം ഉയരുകയാണ്. 5 പരീക്ഷണങ്ങൾക്കായി ആകെ 3.21 കോടി രൂപയാണ് ഡൽഹി സർക്കാർ ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഡൽഹി പരിസ്ഥിതി മന്ത്രി ഈ നീക്കത്തെ വിജയകരമെന്നാണ് വിശേഷിപ്പിച്ചത്. ദീപാവലിക്ക് പിന്നാലെ വായു മലിനീകരണം കൂടുന്നത് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ഡൽഹി സർക്കാർ കൃത്രിമ മഴ പെയ്യിക്കാൻ പദ്ധതിയിട്ടത്. മേഘങ്ങളിൽ സിൽവർ അയഡൈഡ്, സോഡിയം ക്ലോറൈഡ് സംയുക്തങ്ങൾ നിക്ഷേപിച്ച് കൃത്രിമമായി മഴ പെയ്യിക്കുന്നതാണ് ക്ലൗഡ് സീഡിംഗ്. ചെറുവിമാനം ഉപയോഗിച്ചായിരുന്നു IIT കാൻപൂരിന്റെ നേതൃത്വത്തിലുള്ള ക്ലൗഡ് സീഡിംഗ്. അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട്. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരാനും ധാരണയായിട്ടുണ്ട്. സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 5 വർഷത്തിനു ശേഷം കൊൽക്കത്തയ്ക്കും ഗാങ്ഷുവിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിന് ദിവസങ്ങൾക്കു ശേഷമാണ് ഇരു രാജ്യങ്ങളും അതിർത്തി വിഷയത്തിൽ ചർച്ച നടത്തിയത്. ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശന വേളയിൽ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല എന്നും വികസന പങ്കാളികളാണെന്നും മോദി പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും അന്ന് ചർച്ച ചെയ്തിരുന്നു. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടർത്തി കൊലപാതകം. തെക്കൻ ജില്ലയായ ചുരാചന്ദ്പൂരിലാണ് കുക്കി ഭീകരവാദികൾ ഗ്രാമമുഖ്യനെ കൊലപ്പെടുത്തിയത്. ഗ്രാമമുഖ്യനായ ഹാവോ കിപ്പ് ആണ് മർദ്ദനമേറ്റ് മരിച്ചത്. ഇയാളുടെ ശരീരത്തിൽ നിരവധി ചതവുകളും മുറിവുകളുമുണ്ട്. അക്രമികൾ വടികളും മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിച്ചാണ് ഹാവോ കിപ്പിനെ ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയിലെ ഭീകരവാദികളാണ് ആക്രമണത്തിന് പിന്നിൽ. സംഭവത്തിൽ മണിപ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായ പ്രകോപനമെന്ന് വ്യക്തമല്ല. ഹെങ്ലൈപ് ഉപവിഭാഗത്തിലെ ടി ഖൊനോംഹായ് ഗ്രാമത്തിന്റെ തലവനായിരുന്നു മരിച്ച ഹാവോ കിപ്പ്. PM ശ്രീ ധാരണാപത്രം റദ്ദാക്കുക എന്ന CPI-യുടെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങാൻ CPM-ഉം സർക്കാരും. കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ നീക്കം തുടങ്ങി. CPI അനുനയിപ്പിക്കാനുള്ള അവസാന ഘട്ട ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. പദ്ധതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കും. കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം വരുന്നതുവരെ പദ്ധതി മരവിപ്പിച്ചേക്കും. മുഖ്യമന്ത്രി CPI നേതാക്കളെ വിളിച്ച് ഇത് സംബന്ധിച്ച് വിശദീകരിക്കും. PM ശ്രീ പദ്ധതിയിൽ ഒടുവിൽ പിണറായി സർക്കാർ നാടകം അവസാനിപ്പിച്ച് CPIക്ക് മുന്നിൽ മുട്ടും അടക്കിയിരിക്കുകയാണ്. പിണറായി വലിയ ബിൽഡപ്പ് ചർച്ചയൊക്കെ നടത്തിയിട്ടും അവസാനം പിണറായി CPI പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന സ്ഥിതിയിലെത്തി മുട്ടുമടക്കുകയും ചെയ്തു. ഇനി കാര്യത്തിലേക്ക് വരാം. PM ശ്രീ പദ്ധതിയിൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ.
തീരുമാനം CPI ദേശീയ സെക്രട്ടറി D രാജയെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും അറിയിച്ചു കഴിഞ്ഞു. CPI സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തലസ്ഥാനത്ത് ഇല്ലാത്ത അംഗങ്ങളോട് ഓൺലൈനിലൂടെ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ തീരുമാനത്തിന് അനുകൂല നിലപാടാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റിനുള്ളത്. കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് മാധ്യമങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം CPM-ന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ സർക്കാർ തീരുമാനം മാധ്യമങ്ങളോട് പറയണമെന്നുള്ള നിലപാട് കൂടിയാണ് CPIക്കുള്ളത്. സമവായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. CPI മന്ത്രിമാർ യോഗത്തിന് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം PM ശ്രീയുടെ തുടർ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരണാപത്രം റദ്ദാക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നാണ് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നത്. ഇതോടെയാണ് CPM കീഴടങ്ങിയത്. എന്തായാലും വീണുകിട്ടിയ അവസരം മാക്സിമം മുതലാക്കുകയാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ലക്ഷ്യം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ CPI നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. വ്യത്യസ്ത നിലപാടുകൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പരസ്യമായി വിവാദം സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞ EP ജയരാജൻ ഇത് മുന്നണിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ജയരാജന്റെ പ്രതികരണം. മുന്നണി സംവിധാനത്തിൽ ഓരോ കക്ഷിയുടെയും പ്രതിനിധികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പിന്റെ വികസനം ലക്ഷ്യമിട്ടും നാടിന്റെ പൊതുവായ താല്പര്യം മുന്നിൽ കണ്ടുമാണ്. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം എന്നും EP ജയരാജൻ പറഞ്ഞു. ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 ദേവസ്വം ബോർഡുകളും അഴിമതിയിലും കൊള്ളയിലും മുങ്ങിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ചെലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ദേവസ്വം ബോർഡുകൾ അധപ്പതിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പുറമ്പോക്കിൽ ഗതികിട്ട പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ വകയും ഉണ്ടാക്കുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറി. വന്നവരിലും പോയവരിലും ചൂഷണവും മോഷണവും നടത്താത്തവർ കുറവാണ്. കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരാത്തവരും ചുരുക്കം തുടങ്ങിയ പരിഹാസങ്ങളാണ് വെള്ളാപ്പള്ളി ലേഖനത്തിൽ നടത്തുന്നത്. കിങ്സ് കപ്പ് പ്രീ ക്വാർട്ടറിൽ പോരിൽ അൽ ഇത്തിഹാദിനോട് 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ കിങ്സ് കപ്പിൽ നിന്നും പുറത്തായി. കരീം ബെൻസീമ, ഹുസം എഡിൻ എന്നിവർ ഇത്തിഹാദിനായി ഗോൾ നേടി. ഏഞ്ചലോ ഗബ്രിയേൽ അൽ നസറിനായി വലകുലുക്കി. ആദ്യ പകുതിയിലായിരുന്നു ഈ 3 ഗോളുകളും. ശേഷം രണ്ടാം പകുതിയിലും ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ, ജോവോ ഫെലിക്സ്, കിങ്സ്ലി കോമാൻ എന്നിവർ ഉൾപ്പെട്ട അൽ നാസറിന്റെ ശക്തമായ ആക്രമണത്തിന് സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭയാശങ്കയിൽ ഇന്ത്യൻ സമൂഹം. അടിയന്തര നയതന്ത്ര ഇടപെടലിനായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹർജി സമർപ്പിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ. ഇനി അബദ്ധത്തിൽ ഗർഭിണിയാകുമെന്ന ഭയം UK-യിൽ വേണ്ട. അടിയന്തര ഗർഭനിരോധന മാർഗങ്ങൾക്കുള്ള മോർണിംഗ് ആഫ്റ്റർ ഗുളിക ഇംഗ്ലണ്ടിലെ എല്ലാ ഫാർമസികളിലും സൗജന്യമായി ലഭ്യമാക്കി NHS. ജമൈക്കയിൽ കനത്ത നാശം വിതച്ച് ഹരിക്കെയിൻ മെലിസ. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും നൂറുകണക്കിന് ബ്രിട്ടീഷ് US വിനോദസഞ്ചാരികൾ കുടുങ്ങി. വിമാന സർവീസുകളും റദ്ദാക്കി. UK-യിൽ വീണ്ടും ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യബദ്ധം കൊണ്ട് വീണ്ടും വിട്ടയച്ചത് അർഹതയില്ലാത്ത 5 തടവുകാരെ. ഭീതിയിൽ UK സമൂഹം. എത്യോപ്യൻ കുടിയേറ്റ കുറ്റവാളി ഹദുഷ് കെബാദുവിനെ UK-യിൽ നിന്ന് നാടുകടത്തി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടൻ ഒരു വലിയ തൊഴിൽ പ്രതിസന്ധിയുടെ വക്കീലാണെന്നും ഈ വർഷം ഇതുവരെ UK-യിൽ തൊഴിലവസരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണെന്നും ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട്. ലണ്ടൻ നഗരത്തിലെ ഈസ്റ്റ് ഭാഗത്ത് വിഷവാതകം ശ്വസിച്ച് ഒരു കുട്ടി മരിച്ചു. സമീപ വീടുകളിൽ നിന്നുള്ള 12ഓളം ആളുകളെ ഒഴിപ്പിച്ച് ലണ്ടൻ ഫയർ ബ്രിഗേഡ്. അയർലൻഡിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ സൂചനയായി നീതിന്യായ മന്ത്രി ഇക്കല്ലോ ഒപ്പിട്ട 3370 നാടുകടത്തൽ ഉത്തരവുകളിൽ ഇന്ത്യക്കാരും. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ചൊവ്വാഴ്ച രാത്രി ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ. 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് നിസ്സാരമായി പ്രതികരിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 7 പുതുപുത്തൻ മനോഹര വിമാനങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം വീണ്ടും. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പാളി. ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നീക്കത്തിൽ വെള്ളത്തിലായത് 1.2 കോടി രൂപ. അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട്.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരാനും ധാരണ. PM ശ്രീ ധാരണാപത്രം റദ്ദാക്കുക എന്ന CPIയുടെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങി CPM-ഉം സർക്കാരും. കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ നീക്കം തുടങ്ങി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.